ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബിസിനസ് സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഷോർട്ട് ടൈം ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്രസ്വകാലധനം. ദൈനംദിന ചെലവുകൾ പരിഹരിക്കാനായിട്ടൊക്കെയായിട്ടാണ് ഈ ഫണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ദൈനംദിന ചെലവുകൾ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ, അതുപോലെ തന്നെ റെൻറ്റ് കൊടുക്കാൻ, ഇൻഷുറൻസ് കൊടുക്കാൻ, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ, ഇതൊക്കെ പേ ചെയ്യാനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഈ ഷോർട്ട് ടൈം ഫണ്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ടൈം പീരീഡ് വന്നത് ലെസ് ദാൻ 1 ഇയർ. ഒരു വർഷത്തിന് താഴെ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നിറവേറ്റാനാണ് ഈ ഫണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്രൂട്ട്മെൻറ്റ് എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. അടുത്താണ് മീഡിയം ടൈം ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യകാലധനം. ഈ മധ്യകാലധനം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കമ്പനി ഒന്ന് മോഡിഫൈ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1 to 5 ഇയർ. ഒരു വർഷം മുതൽ അതുപോലെ 5 വർഷം ഇടയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നിറവേറ്റാനൊക്കെ ആയിട്ടാണ് ഈ ഫണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്താണ് ലോങ് ടൈം ഫിനാൻസ്, ദീർഘകാലധനം. ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത് എബോവ് 5 ഇയർ. പ്രധാനമായിട്ടും ഫിക്സ്ഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഈ ലോങ് ടൈം ഫിനാൻസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ്, ബിൽഡിങ്സ്, മെഷീനറീസ്, ഫർണിച്ചർ, ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും ഈ ലോങ് ടൈം ഫണ്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ.